ഇറാൻ പ്രസിഡന്റ് അഹ്മദ് പെഷസ്കിയാൻ ഇപ്പോൾ ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ്. ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള ഒരു നയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഈ രാജ്യങ്ങളിലുള്ള സൈനിക കേന്ദ്രങ്ങളെ അമേരിക്ക ഉപയോഗിച്ചാൽ വീണ്ടും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ അരക്ഷിതാവസ്ഥയിലായ അറബ് മേഖലയ്ക്ക് ചെറിയൊരു ആശ്വാസമാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം എന്നുള്ളത്. അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇറാൻ ഈ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ കുറേ ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റ് ഒന്നാകെ പുകഞ്ഞു നിൽക്കുകയാണ്. ഇനിയും ഇത് തുടർന്നാൽ അവിടുത്തെ സാമ്പത്തിക ഭദ്രത തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു ഇൻവെസ്റ്റേഴ്സ് അവരെ ഇവിടെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് താല്പര്യങ്ങളുള്ള ആളുകളൊക്കെ ഇത് അവരെ വളരെയധികം ഭയാശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന എന്നുള്ളത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഇറാൻ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത്, ഇടപെടലുകൾ നടത്തിയത് ആരാണ് എന്നുള്ളത്, അത് നിശ്ചയമായും തുർക്കിയാണെന്ന് പറയേണ്ടി വരും. തുർക്കിയുടെ ഒരു നയതന്ത്ര ഇടപെടലിലൂടെയാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ അറബ് മേഖലയ്ക്ക് സമാധാനം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലുമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ട് തന്നെയുണ്ട്. ഇസ്രായേൽ ഈ നടത്തിയ യുദ്ധത്തിന് അവർ വില നൽകേണ്ടി വരുമെന്ന്. അപ്പോൾ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ തുടരും. പക്ഷേ അറബ് മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയ ഈ ആക്രമണങ്ങൾ ഇറാൻ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ തുർക്കിയുടെ കരങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുർക്കിയുടെ ഇടപെടലുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഹക്കൻ ഫിദാൻ എന്നുള്ള തുർക്കിയുടെ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തെ പറ്റി പല കാര്യങ്ങളും ഞാൻ ഈ ചാനലിലെ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ മേഖലയിലുണ്ടായ ഏറ്റവും ശക്തനായ നയതന്ത്ര പ്രതിനിധി അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടൽ നടത്തുന്ന ആളാണ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ. അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഈ സിറിയൻ വിഷയവും അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സംഘർഷം ഉണ്ടാവുമ്പോൾ അതിലും ഇടപെടുന്നത് തുർക്കിയാണ്. അപ്പോൾ റജബ് തൊയ്യിബ് ഉർദുഗാനോടൊപ്പം തന്നെ ഹക്കൻ ഫിദാൻ എന്നുള്ള പേര് ഈ മേഖലയിൽ ഒന്നാകെ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇത്. മറ്റൊന്ന്, ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഡിപ്ലോമാറ്റിക്കായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വളരെയധികം മിടുക്കുള്ളയാളാണ്. അപ്പോൾ ഈ മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളിലെ വിദേശകാര്യ മന്ത്രിമാർ എന്നുള്ളത് ഈ മേഖലയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്ന രണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളാണെന്ന് പറയേണ്ടി വരും. അതാണ് അതിന്റെ വസ്തുത എന്നുള്ളത്. അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ഇടപെടൽ മൂലമാണ് താൽക്കാലികമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ദിവസം എന്തായിരുന്നു സ്ഥിതി? നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ആർക്കും കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ ഇറാനിലേക്ക് പ്രാഥമികമായിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ബേസ് ക്യാമ്പുകൾ എന്നുള്ളത് അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ആയിരുന്നു. അത് ഇറാന് നന്നായിട്ടറിയാം. ഇറാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് ഇത് പഠിച്ചു വെക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള സൗദി അറേബ്യയിലോ ഖത്തറിലോ ബഹ്റൈനിലോ UAE-യിലോ അല്ലെങ്കിൽ കുവൈത്തിലോ ഇവിടങ്ങളിലുള്ള ഈ ബേസ് ക്യാമ്പുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അവിടെ എന്തൊക്കെ അമേരിക്കയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? ഇതിന്റെ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ അവരുടെ സൈനിക സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഇത് പ്രയോഗിക്കുന്ന രീതി എങ്ങനെയാണ്? ഇത് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും ആക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ്? ഇതൊക്കെ ഇറാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇത്രയും കാലം അവർ അതിനുള്ള മറുമരുന്നുകളാണ് തയ്യാറാക്കി വെച്ചത്. ഇപ്പോൾ ഒരു യുദ്ധാന്തരീക്ഷത്തിൽ അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു മാർഗങ്ങൾ അവർ അവലംബിച്ചു എന്ന് മാത്രമാണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ എന്നുള്ളത് ഈ ആയിരക്കണക്കിന് മിസൈലുകൾ വരുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 12 ദിന യുദ്ധത്തിൽ പോലും ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഇറാൻ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ കൂട്ടിയത് ആയിരക്കണക്കിന് മിസൈലുകൾ ഞങ്ങളെ ആക്രമിക്കുമെന്നാണ്. പക്ഷേ അത്രയൊന്നും മിസൈലുകൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. കേവലം 200-ന് മുകളിൽ മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്.
പക്ഷേ ഇവിടെ ആക്രമണം നടന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, ബാലിസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിട്ടുള്ളത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ തിരിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്? ഉത്തരം വ്യക്തമാണ്. ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് അത് കഴിഞ്ഞ 12 ദിന യുദ്ധത്തിൽ ഇറാന് മനസ്സിലായ കാര്യമാണ്. ഇവിടെ ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളാണ്, അമേരിക്കൻ സൈനിക സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ആക്രമിക്കുക മേഖലയിൽ ആകെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ യുദ്ധം ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ആയത്തുള്ള അലി ഖമേനി എന്ന അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ ആദ്യം തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു. ആ തിരിച്ചടികൾ ഇസ്രായേലിലേക്ക് മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ സൈനിക ബേസ് ക്യാമ്പുകളേക്കും ആക്രമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ നെട്ടുന്നു. ഈ ഒരു അവസ്ഥയിൽ ഗൾഫ് രാജ്യങ്ങൾ ആദ്യത്തെ ആക്രമണത്തിൽ നെട്ടിയിരിക്കുകയാണ്. അതിനപ്പുറം ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരും ഇത്രയും വലിയ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. മേഖലയിൽ ഒന്നാകെ ആക്രമണം നടത്തുമെന്നുള്ള കാര്യം അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരും പ്രതീക്ഷിച്ചത് എന്താണ്? ഇസ്രായേലിനെ ആക്രമിക്കും, അപ്പോൾ നമ്മൾക്ക് ഈ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ തടസ്സപ്പെടുത്താമെന്ന്. പക്ഷേ ഇറാൻ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കുകയാണ്. പഠിച്ചിട്ടുള്ള പണിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലുള്ള ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ സൈനിക താവളങ്ങൾ, ഇവിടെ വിന്യസിച്ചിരിക്കുന്ന പാട്രിയറ്റ്, അയൺ ഡോം, താഡ്, ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡിഫൻസ് സിസ്റ്റം, ഇതാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ കേവലം ഈ ഇറാനിൽ നിന്നും ഒരു മിസൈൽ അയച്ച് അത് ഇസ്രായേലിലെത്തി പതിക്കണമെങ്കിൽ 10 മിനിറ്റോളം സമയമുണ്ട്. അപ്പോൾ ഇവിടെ ആക്രമണം തുടങ്ങുന്ന സമയത്ത് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഇവരുടെ സുരക്ഷാ കേന്ദ്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് അത് മനസ്സിലാവുന്നു. അമേരിക്ക ഈ അലർട്ട് ഇസ്രായേലിനെ അറിയിക്കുന്നു. ഇസ്രായേൽ അവിടെ സൈറണുകൾ മുഴക്കുന്നു, ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുന്നു, അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് കഴിഞ്ഞ 12 യുദ്ധങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ജോർദാനിലുള്ള പാട്രിയറ്റ് സംവിധാനത്തെ, താഡ് സംവിധാനത്തെ നശിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ആക്രമണം കൊണ്ട്. ഈ ഖത്തറിലുള്ള താഡ് സംവിധാനത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. UAEനെയും നശിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ മേഖലയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളിലുള്ള ഡിഫൻസീവ് സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഇറാൻ തകർത്തിരിക്കുകയാണ് ഇത്രയും ദിവസം കൊണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ഇസ്രായേലിലേക്ക് കൂടുതൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇറാന് സാധിക്കുന്നു. ഇറാന് മാത്രമല്ല, പരിമിതമായ റോക്കറ്റുകളുള്ള ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളും ഇപ്പോൾ ഇസ്രായേൽ പതിക്കുന്നുണ്ട്. അതെന്താണ്? കഴിഞ്ഞ തവണത്തേക്കാൾ പെർസെൻറ്റേജ് ആക്രമണത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത്, അതിന് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് കൂടുതലായ ആക്രമണങ്ങൾ ഇസ്രായേലിൽ പതിക്കുന്നു എന്നുള്ളതും സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ മർമ്മം എന്താണെന്ന് നോക്കി പ്രഹരിക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളെ രക്ഷിക്കാനാണെന്നാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ കരുതിയത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു. ഇപ്പോൾ ഇറാൻ ഈ വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള തങ്ങളുടെ പൗരന്മാരോട് ഈ അമേരിക്ക എന്താണ് പറയുന്നത്? എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഏതെങ്കിലും കിട്ടുന്ന ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലെത്തണം, നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല എന്ന് സ്വന്തം പൗരന്മാരോട് അമേരിക്ക പറയുകയാണ്. പിന്നീട് ആരാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ രക്ഷിക്കാൻ വരുന്നത്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്താണ്? ട്രില്യൺ കണക്കിനുള്ള വ്യാപാര കരാർ അല്ലെങ്കിൽ കരാറാണ് അമേരിക്കയുമായിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ട്രംപിന് സമ്മാനമായിട്ട് ജെറ്റ് വിമാനങ്ങൾ നൽകിയ ഒരു സാഹചര്യമൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ എന്താണ്? നിരന്തരമായിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിലനിന്നുകൊണ്ട് ഈ രാജ്യങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അമേരിക്ക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സൈനികവും വ്യോമ പാതയും അവിടുത്തെ മുഴുവൻ സുരക്ഷാ ചുമതലയും ഈ രാജ്യങ്ങൾ നൽകി. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അമേരിക്ക വിട്ടു ഓടുകയാണ്. അമേരിക്ക ഈ രാജ്യങ്ങളെ കൂടി കുഴപ്പത്തിലാക്കി ഇരിക്കുകയാണ്. നേരത്തെ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന്റെ ആദ്യ സമയങ്ങളിൽ അത്തരമൊരു ആക്രമണം ഉണ്ടാവുമെന്നുള്ള സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ പലതവണ ഈ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, ആക്രമണം നടത്തരുത്, പ്രതിസന്ധി ഉണ്ടാക്കരുത്, കുഴപ്പം സൃഷ്ടിക്കരുതെന്ന് ട്രംപിനോടും ഇവരോടൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ അവരൊന്നും അത് കേട്ടില്ല.
പകരം ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾക്കാണ് അമേരിക്ക പ്രാധാന്യം കൊടുത്തത്. അതനുസരിച്ച് അവരുടെ കാൽക്കുലേഷൻ നടത്തി അവിടെ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായത്? അറബ് മേഖല ഒന്നാകെ പ്രതിസന്ധിയിലാവുകയാണ്. ഇപ്പോൾ അറബ് ലോകം ഒരു പുനർവിചിന്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ തങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഡിഫൻസീവ് സിസ്റ്റമും അമേരിക്കയും ഇനി മുതൽ എന്തിന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള ഒരു നിലപാട്, ഇവർക്ക് എന്തിനിവിടെ സൈനിക താവളങ്ങൾ നിലനിർത്തി കൊടുക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ രാജ്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇത്. ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അമേരിക്കയിൽ ആകെ ഈ അറബ് രാജ്യങ്ങൾക്കുള്ളത്. അത് സൗദി അറേബ്യ ആയാലും UAE ആയാലും ഖത്തറും ഒക്കെ വലിയ ഇതാണ് ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ട്രില്യൺ കണക്കിന് ഡോളറിന്റെ പണം ഇപ്പോൾ ഇവർ തിരിച്ചെടുക്കാനുള്ള ഒരു ആലോചനയിലാണ് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകും. അതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ലോകത്തുള്ള ആകമാനമുള്ള മനുഷ്യ സമൂഹത്തിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിലുള്ള പൗരന്മാർക്കൊക്കെ സമാശ്വാസം നൽകുന്ന ഒരു നിലപാടാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലത്തേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, തങ്ങൾക്ക് നേരെ വീണ്ടും ഈ വ്യോമപാത അല്ലെങ്കിൽ ഈ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചാൽ അത് വീണ്ടും ആക്രമണത്തിലേക്ക് മാറുമെന്നാണ്. ഇനി അമേരിക്ക ഈ സൈനിക താവളങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാതിരിക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം അത് ഈ അറബ് രാജ്യങ്ങളുടെ മേൽ വന്നിരിക്കുകയാണ്. ഇതില് മെയിൻ പ്ലെയർ എന്ന് പറയാവുന്നത്, പ്രധാനപ്പെട്ട കളിക്കാരൻ എന്ന് പറയുന്നത് തുർക്കിയും അക്കൻ ഫിദാനുമാണ്. ആ ഒരു അക്കൻ ഫിദാന്റെയും തുർക്കിയുടെയും നയതന്ത്ര ഇടപെടലിലൂടെയാണ് താൽക്കാലികമായിട്ട് ഈ ഒരു പരിഹാരം ഉണ്ടാക്കിയത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ ആക്രമണങ്ങൾ കൊണ്ട് കാര്യമില്ല. മറ്റുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറാൻ നീങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ഹക്കൻ ഫിദാൻ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അറബ് രാജ്യങ്ങളും നിരന്തരമായി തുർക്കിയെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.